നടിയെ ആക്രമിച്ച കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിചാരണയിൽ ഇതുവരെയുള്ള വാദത്തിൽ ആവശ്യമെങ്കിൽ കോടതി ഇന്ന് വ്യക്തത തേടും. നടപടി പൂർത്തിയായാൽ കേസിൽ ഇന്ന് വിധി പറയുമെന്ന് കോടതി അറിയിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ളത്? നടി ആക്രമിച്ച കേസിന്റെ വിചാരണയുടെ ഭാഗമായിട്ടുള്ള അന്തിമ വാദങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഈ രണ്ടുപേർക്കും, പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും വീണ്ടും വാദത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യത്തിലാണ് ഇന്ന് വ്യക്തത തേടുന്നത്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പ്രതിഭാഗത്തിനോ ഏതെങ്കിലും കാര്യങ്ങളിൽ രേഖാമൂലമോ അല്ലാതെയോ വാദം ഉന്നയിക്കാനുണ്ടെങ്കിൽ അതും ഇന്ന് ഉന്നയിക്കാൻ സാധിക്കും. അതിനുശേഷം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കേസ് എന്ന് പറയുമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2017 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഫെബ്രുവരി 17 ആണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടുന്ന അടക്കമുള്ള 12 പ്രതികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത്. ദിലീപ് പ്രതി അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ദിലീപ് വന്നതോടുകൂടി ഈ കേസിന്റെ മാനം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരാൾ മാപ്പുസാക്ഷിയായ ഒരു കേസ് കൂടിയാണ്. 9 പേരാണ് നിലവിൽ പ്രതിപട്ടികയിൽ അവശേഷിക്കുന്നത്. നിലവിലെ വിചാരണ 2018 ആരംഭിച്ച വിചാരണ ഏകദേശം ഇത്രയധികം വർഷങ്ങൾ നീണ്ടു നിന്നു. അതിനിടയിൽ തന്നെ പലതവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ഇരയാക്കപ്പെട്ട നടി ഈ വിചാരണ കൃത്യമായിട്ടുള്ള രീതിയിലല്ല, നടപടിക്രമങ്ങളിൽ തനിക്ക് അവിശ്വാസ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജിയും രാഷ്ട്രപതിക്കടക്കം കത്തും നൽകിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടന്നതും. എന്തായാലും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനോ അതുമല്ലെങ്കിൽ പ്രതിഭാഗത്തിനോ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ ഇന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം അന്തിമമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം എന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിലും തീയതി പറയുകയും ചെയ്യും. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.